Meet the editors. ശ്രീധരനൊപ്പം കേന്ദ്രമുണ്ടോ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം പിയാ സുനിൽ കൂടി ചേരുന്നുണ്ട്, ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. വെൽക്കം പിയാ സുനിൽ, ഗുഡ് ഈവനിങ്. പിയാ സുനിൽ, നമുക്ക് ആദ്യം പിയാ സുനിൽ തന്നെയാണ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ വകുപ്പ് മന്ത്രിയോട് ഈ ശ്രീധരനെ ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചത്. അന്ന് പിയാ സുനിൽ ചോദിച്ചപ്പോഴും ഉത്തരം കിട്ടിയില്ല. ഹാരിസ് ബീൻ എംപിയും ഇന്ന് ജോൺ ബ്രിട്ടാസും രാജ്യസഭയിൽ ചോദിച്ചപ്പോഴും അശ്വിനി വൈഷ്ണവ് മറുപടി വ്യക്തമായി പറഞ്ഞില്ല. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കേന്ദ്രം ഈ ശ്രീധരനോടൊപ്പമുണ്ടോ? ഈ ശ്രീധരനോടൊപ്പം കേന്ദ്രം അനൗദ്യോഗികമായി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായി ഇല്ല, കടലാസിലില്ല, രേഖാപരമായി ഇല്ല. അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഔദ്യോഗികമായി നൽകിയിട്ടുമില്ല, നൽകാനും കഴിയില്ല. പക്ഷേ അനൗദ്യോഗികമായി ശ്രീധരനൊപ്പം കേന്ദ്രമുണ്ട്. അത് പൊളിറ്റിക്സാണ്, അത് രാഷ്ട്രീയമാണ്, അത് BJPയുടെ രാഷ്ട്രീയമാണ് എന്ന കാര്യത്തിലൊരു സംശയം വേണ്ട. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യസഭയിൽ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ അന്ന് ബജറ്റിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നത് ഞാനായിരുന്നു. അന്നും ഇതേ മറുപടിയാണ്, ഈ ശ്രീധരന് എല്ലാ പിന്തുണയും എന്ന് പറഞ്ഞ് മന്ത്രി എഴുന്നേറ്റ് പോവുകയായിരുന്നു. ഇന്ന് ജോൺ ബ്രിട്ടാസും ഹാരിസ് ബീരാനുമാണ് രാജ്യസഭയിൽ ഈ ചോദ്യം ചോദിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, എൻ്റെ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ് അത്. ഇതാണ്, ഈ ശ്രീധരൻ മലപ്പുറത്ത് ഒരു ഓഫീസ് തുറന്നിരിക്കുന്നു. അത് ഹൈസ്പീഡ് റെയിൽ പ്രോജക്റ്റിന് വേണ്ടിയാണ്. ആ പ്രോജക്റ്റ് കേന്ദ്രം അറിഞ്ഞുകൊണ്ടാണ്, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെയാണോ ഈ ശ്രീധരൻ ഈ പദ്ധതി നടത്തുന്നത്? അതുമാത്രം പറഞ്ഞില്ല. പകരം പറഞ്ഞു, ഈ ശ്രീധരൻ മഹാനായ വ്യക്തിയാണ്, ഈ ശ്രീധരൻ രാജ്യം ആദരിക്കുന്ന വ്യക്തിയാണ്. ഒരു സംശയമില്ല, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അത് പ്രത്യേകിച്ച് റെയിൽവേ മന്ത്രി പറയേണ്ട കാര്യമില്ല. റെയിൽവേ മേഖലയെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഈ ശ്രീധരൻ. ഈ ശ്രീധരനെ ബഹുമാനിക്കുന്നു. അദ്ദേഹം എന്നല്ല, രാജ്യത്ത് ആരും റെയിൽവേ മേഖലയുടെ വികസനത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ മുന്നോട്ട് വന്നാൽ അതിനെ സ്വീകരിക്കുന്നു എന്നാണ് റെയിൽവേ മന്ത്രിയുടെ മറുപടി. പക്ഷേ പറഞ്ഞില്ല, ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഈ ശ്രീധരനെ നിയോഗിച്ചത് റെയിൽവേ മന്ത്രിയാണോ, ഈ ശ്രീധരനെ നിയോഗിച്ചത് റെയിൽവേ മന്ത്രാലയമാണോ? കൃത്യമായ ഒരു മറുപടിയും പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് ഈ ശ്രീധരൻ അതിവേഗ റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രം തന്നോട് ഇങ്ങനെ ഒരു DPR തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓഫീസ് തുറന്നത്, ഇതാ ഏപ്രിൽ മെയ് മാസത്തോടു കൂടി അതിൻ്റെ സൈറ്റ് വിസിറ്റ് നടത്തും എന്നൊക്കെയാണ് ഈ ശ്രീധരൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് വിസിറ്റ് നടത്തുമ്പോൾ അതിൻ്റെ ചെലവ് ആരാണ് വഹിക്കുക? ഇപ്പോൾ DMRCയുമായി നമ്മൾ സംസാരിച്ചു. DMRCയുമായി സംസാരിച്ചപ്പോൾ അവിടുത്തെ PRO നൽകിയിരിക്കുന്ന മറുപടി എന്നത് നോ ഇൻഫർമേഷൻ വിത്ത് മീ എന്നാണ്. അപ്പോൾ DMRCക്ക് അറിയില്ല, ഡൽഹി മെട്രോ കോർപ്പറേഷൻ അറിയില്ല, കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഔദ്യോഗികമായി അറിയില്ല. അപ്പോൾ പിന്നെ അതെങ്ങനെയായിരിക്കും ഈ ശ്രീധരൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടാവുക? അത് സ്വാഭാവികമായും ഇത് അനൗദ്യോഗികമായി BJP നടത്തുന്ന ഒരു നീക്കമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീധരൻ ഇപ്പോൾ പൊന്നാനിയിൽ തുറന്നിരിക്കുന്നത് DMRCയുടെയോ ഈ പദ്ധതിയുടെയോ ഒരു ഓഫീസായിരിക്കണമെന്നില്ല, അത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ ഓഫീസായിരിക്കും. ആ ഓഫീസ് തുറന്നുകൊണ്ട് ഈ ശ്രീധരൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് റെയിൽവേ മന്ത്രിയുടെ ഈ മറുപടിയിൽ വളരെ കൃത്യമായൊരു മെസ്സേജ് ഉണ്ട്. എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അതായത് കേരളത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വരും, അന്ന് ഞങ്ങൾ ഈ പദ്ധതിയൊക്കെ നടപ്പാക്കുമെന്ന്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പദ്ധതിക്കൊന്നും ഞങ്ങൾ ഔദ്യോഗികമായ അംഗീകാരം നൽകാൻ പോകുന്നില്ല. നാളെ NDA സർക്കാർ ഇനി അധികാരത്തിൽ വരുമെങ്കിൽ അന്ന് ഞങ്ങൾ ഈ പദ്ധതിയൊക്കെ നടപ്പാക്കാം. ഇതാണ് ക്ലിയർ മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. ഇന്ന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാതെ റെയിൽവേ മന്ത്രി പറയുകയാണ്, അങ്കമാലി ശബരി പദ്ധതിയുടെ കാര്യമൊക്കെയാണ് റെയിൽവേ മന്ത്രി പറയുന്നത്. കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് പറയുന്നത്. 1997-98 ബജറ്റിലാണ് അങ്കമാലി ശബരി പാത അനുവദിക്കുന്നത്. പിന്നീട് സ്വാഭാവികമായും അതിനുശേഷം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. അന്ന് ഈ പദ്ധതിക്കെതിരെ സമരത്തിനിറങ്ങിയ ഒരു വലിയ നേതാവുണ്ട് കേരളത്തിൽ, ആരാന്നറിയോ? PC ജോർജ് അന്ന് ആളുകളെയൊക്കെ കൂട്ടി അങ്കമാലി ശബരിപാത വന്നാൽ വീടുകൾ ഇടിക്കും, ആളുകളുടെ സ്ഥലം പോകും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭം നടത്തിയതാണ്. അങ്ങനെ ആ പദ്ധതി നീണ്ടുപോയി. പിന്നീട് 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ പദ്ധതിക്ക് വേണ്ടി 50-50, അതായത് 50% സംസ്ഥാന സർക്കാരും 50% കേന്ദ്ര സർക്കാരും ഇതിൻ്റെ സാമ്പത്തിക ചെലവ് വഹിക്കാമെന്നുള്ള ധാരണ എത്തുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് 50 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുന്നത്. പക്ഷേ അന്ന് പിന്നീട് BJP അധികാരത്തിൽ വന്ന ശേഷം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ദേശീയ തലത്തിൽ നടന്നു. സംസ്ഥാന സർക്കാർ പോയി ഈ പദ്ധതി വേഗം നടപ്പാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. അന്ന് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഈ അങ്കമാലി ശബരി പദ്ധതി ഉൾപ്പെടുത്തി. പിന്നീട് പ്രധാനമന്ത്രി നേരിട്ട് ചീഫ് സെക്രട്ടറി ആയിരുന്ന വിജയാനന്ദുമായി ചർച്ച നടത്തി.
എന്നിട്ട് പറഞ്ഞു വേഗത്തിൽ സ്ഥലം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പദ്ധതി ചെലവ് കൂടി. അപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു ഈ പദ്ധതിയുടെ ആ ചർച്ചയിൽ തന്നെ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കണം, സംസ്ഥാനത്തിന് താങ്ങാൻ പറ്റില്ല. പ്രധാനമന്ത്രി ഉറപ്പ് നൽകി വഹിക്കാമെന്ന്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം കത്തയച്ചപ്പോൾ റെയിൽവേ മന്ത്രാലയം പറഞ്ഞു ഞങ്ങൾക്ക് ഈ പൈസയുടെ 50% പദ്ധതി ചെലവ് വഹിക്കാൻ പറ്റില്ല. തർക്കമായി, അതോടുകൂടി പ്രശ്നമായി. പിന്നീട് പദ്ധതി കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. അങ്കമാലി ശബരി പാത പദ്ധതി കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുക? ഈ അടുത്ത കാലത്താണ് ഈ മരവിപ്പിച്ച നടപടി കേന്ദ്ര സർക്കാർ പിൻവലിച്ചത്. അപ്പോൾ മന്ത്രി ഇന്ന് രാജ്യസഭയിൽ പറയുന്നതും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിയുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. മന്ത്രി പറയുന്ന വാക്കുകൾ പരിശോധിച്ചാൽ വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ല. അങ്കമാലി ശബരി പാതയ്ക്ക് വേണ്ടി 250 കോടി രൂപ എന്തോ ചെലവാക്കി 8 കിലോമീറ്റർ ദൂരത്തിൽ പാതയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഭൂമി ഏറ്റെടുക്കലൊന്നും പൂർത്തിയായിട്ടില്ല. ഇക്കാര്യത്തിൽ സ്വാഭാവികമായും മാറി മാറി വന്ന സർക്കാരുകളുടെ കാലത്ത് കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനും കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇക്കാര്യത്തിൽ വേഗത്തിലുള്ള നടപടി സ്വീകരിച്ചില്ല. ഇതിനു വേണ്ട പദ്ധതി ചെലവ് ബജറ്റിൽ നീക്കിവെച്ചില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയമായാണ് ഈ വിഷയങ്ങളെയൊക്കെ തന്നെ കാണുന്നത്. ഇന്ന് റെയിൽവേ മന്ത്രിയുടെ മറ്റൊരു പ്രസ്താവന കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഇത്തവണത്തെ ബജറ്റിൽ രാജ്യത്ത് 7 അതിവേഗ പാതകൾ അനുവദിച്ചല്ലോ. ആ പാതകളൊന്ന് മഹാരാഷ്ട്രയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, കർണാടകത്തിലുണ്ട്. കേരളത്തിൽ മാത്രമില്ല. ഈ 7 അതിവേഗ പാതകൾ അനുവദിക്കുന്നതിന് മുൻപ് ഇ ശ്രീധരനുമായി ചർച്ച നടത്തിയെന്ന് റെയിൽവേ മന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ ഇ ശ്രീധരനുമായി ചർച്ച നടത്തി അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ട ശേഷമാണ് ഈ 7 പാതകൾ അനുവദിച്ചത് എന്ന് പറയുമ്പോൾ കേരളത്തിന് മാത്രം ആ ഒരു പാത അനുവദിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തെ ആ ഒരു അതിവേഗ പാത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ഇത്തരത്തിലൊരു അതിവേഗ പാത അനുവദിക്കുമ്പോൾ കേരളത്തെ മാത്രം ഒഴിവാക്കിയപ്പോൾ ഈ ശ്രീധരനുമായി സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന് ഇങ്ങനെ ഒരു അതിവേഗ പാത വന്നാൽ അത് കേരളത്തിന് ഗുണം ചെയ്യും, വിഴിഞ്ഞം തുറമുഖമുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അതിവേഗ പാത കേരളത്തിന് അത്യാവശ്യമാണ് എന്ന് ഈ ശ്രീധരൻ പറയാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ പൊളിറ്റിക്സ് ആണെന്ന്, ഇവിടെ രാഷ്ട്രീയമാണ്. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. കാരണം കേരളത്തെ ഇങ്ങനെ പദ്ധതികളുടെ കാര്യത്തിൽ ശ്വാസം മുട്ടിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ്. അതിപ്പം നമ്മുടെ സംസ്ഥാനത്തിന് കൊടുക്കുന്ന പണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മറ്റ് വികസന പദ്ധതികളുടെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ സംസ്ഥാനത്തിന് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, വയനാട് ദുരിതാശ്വാസ പാക്കിൻ്റെ തുക നൽകുന്ന കാര്യത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഇതാണ് നിലപാട്. അതായത് കേരളത്തിൽ BJP ഭരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പണം നൽകില്ല. അപ്പോൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ആ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ തന്നെ കാണുന്നത്. ഇന്ന് റെയിൽവേ മന്ത്രി പറയുകയല്ലേ, ഇന്ന് നേരത്തെ ഞാൻ റെയിൽവേ മന്ത്രിയോട് ബജറ്റിന് ശേഷം ചോദിച്ച ചോദ്യത്തിൽ കേരളത്തിന് അതിവേഗ റെയിൽവേ പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഇന്ന് ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, കേരളത്തിന് അങ്ങനെ ഒരു പദ്ധതി വേണമെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം എന്ന്. അപ്പോൾ കേരളത്തിന് അങ്ങനെ ഒരു പദ്ധതി വേണമെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം എന്ന് പറയുന്ന റെയിൽവേ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഈ ശ്രീധരൻ അങ്ങനെയൊരു പദ്ധതിക്കായിട്ട് അവിടെ DPR തയ്യാറാക്കാനുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്, ഈ ശ്രീധരനുമായി നിങ്ങൾ ചർച്ച നടത്തൂ, സംസ്ഥാന സർക്കാരും ഈ ശ്രീധരനും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തി ഒരു തീരുമാനമെടുക്കൂ എന്ന് റെയിൽവേ മന്ത്രി പറയാത്തത് എന്തുകൊണ്ടാണ്? മറ്റൊരു കാര്യം, ഈ ശ്രീധരൻ ഈ പദ്ധതിക്കായി ഇപ്പോൾ DPR തയ്യാറാക്കും എന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ശ്രീധരൻ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടാത്തത്? ഈ ശ്രീധരന് മാത്രമായി കേരളത്തിൽ ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമോ? അതിലെന്ന് മുഖ്യമന്ത്രി ചോദിച്ചത് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക അനുമതിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ ശ്രീധരൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്? സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ചിട്ടുമില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ വേണ്ടേ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ? നാളെ ഈ പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകിയാൽ ഈ പദ്ധതിക്ക് ആരാ ഭൂമി ഏറ്റെടുക്കുക? അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണ്ടേ? 50% പണം സംസ്ഥാന സർക്കാരിനെ വഹിക്കേണ്ടത്. ഇന്ന് എനിക്ക് തോന്നുന്നു 1900 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചു. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടൊക്കെയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമായും. പക്ഷേ ഞാൻ പറയുന്നത് ഈ എനിക്ക് തോന്നുന്നു ഈ പദ്ധതിക്കല്ല, അത് ശബരി റെയിൽ പാതയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈ
സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കാതെ എങ്ങനെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക? അപ്പോൾ ഇതിൽ വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ നീക്കം BJP നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ ശ്രീധരന് മുന്നിൽ നടത്തിയിട്ടുള്ള ഒരു കളിയാണ്. ആ കളി BJPയുടെ കളിയാണ്. BJP ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ BJP ഭരിച്ചാലേ വികസനം വരൂ എന്നാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയിട്ട് തിരുവനന്തപുരത്ത് എന്തൊക്കെ വികസനമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് നമുക്കറിയാമല്ലോ. ഒരു കാര്യം വ്യക്തമാണ്, കേരളം ഇതുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങളൊന്നും BJP ഭരിച്ചത് കൊണ്ടല്ല. കേരളത്തിൽ ഇതുവരെ കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, അത് ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, അത് വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, അത് കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ വികസന കാര്യത്തിലായിക്കോട്ടെ, കേരളം 1ാം സ്ഥാനത്താണ്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചത് എങ്ങനെയാണ്? നമ്മൾ മതത്തിനതീതമായി ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോയ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അതേസമയം പറഞ്ഞിട്ടല്ലേ BJP ഓരോ സംസ്ഥാനത്തും കയറി വന്നത്? കേരളത്തിലും എങ്ങനെയാണ് BJP കയറി വരാൻ ശ്രമിക്കുന്നത്? മലപ്പുറത്ത് മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ? മാത്രമല്ല കേരളത്തിലെ ഈ വിശ്വാസ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടല്ലേ? അപ്പോൾ അതാണ് BJPയുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം കേരളത്തിൽ അത്ര വിലപ്പോകുന്നില്ല എന്ന് കാണുമ്പോൾ ഇപ്പോൾ ഈ ശ്രീധരനെ മുന്നിൽ വെച്ച് മറ്റൊരു രാഷ്ട്രീയ നീക്കം BJP നടത്തുകയാണ്. ആ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായുള്ള ഓഫീസാണ് ഏതായാലും ഈ ശ്രീധരൻ പൊന്നാനിയിൽ തുറന്നിരിക്കുന്നത്. അതല്ല എങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി വളരെ കൃത്യമായി പറയണമായിരുന്നു, ഇത് ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഈ ശ്രീധരനെ എന്ന്. കാരണം ഇത് വെറുതെ നടപ്പാക്കാൻ പറ്റില്ല. DPR തയ്യാറാക്കാൻ ഇതിന് ചെലവുണ്ടല്ലോ. ആര് കൊടുക്കും ഈ ചെലവ്? ആരാണ് ഈ ശ്രീധരന്റെ പ്രവർത്തനത്തിനുള്ള പൈസ കൊടുക്കുന്നത്? അത് കൃത്യമായി റെയിൽവേ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്സ് ആണ്. വെൽക്കം ബാക്ക്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്, പകുതി ചെലവ് വഹിക്കും ശബരി റെയിൽ സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. ഇന്നലെ പ്രഖ്യാപിച്ചത് 1900 കോടിയാണ് സംസ്ഥാനം വഹിക്കുക. അപ്പോൾ 1900 കോടി രൂപ ശബരി റെയിൽവേയുടെ കാര്യത്തിൽ കിഫ്ബി വഴി വഹിക്കാൻ ഇപ്പോൾ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ജിമ്മി, കേന്ദ്രമുണ്ടോ ഈ ശ്രീധരനൊപ്പം? ഇപ്പോൾ നമ്മൾ വായിച്ച വാർത്തന് ഉദാഹരണം എടുക്കാം. ശബരി പാതയുടെ പേരിൽ എത്ര കാലത്തെ കോൺട്രവേഴ്സിക്ക് ശേഷമാണ് നമ്മളൊരു തീരത്തേക്ക് അണയാൻ പോകുന്നതിൻ്റെ ആദ്യ സൂചന കിട്ടുന്നത്. ഇത് കേന്ദ്രത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഒരു തവണ കൂടി ഇന്ന് അശ്വതി വൈഷ്ണവ് നമ്മളെ സമർത്ഥമായി കേരളത്തെ പറ്റിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഈ ശ്രീധരൻ ഗംഭീര കക്ഷിയാണ്. അദ്ദേഹം അതിഗംഭീര എഞ്ചിനീയറാണ്. ഞാൻ അദ്ദേഹത്തോട് പല ഉപദേശങ്ങളും സ്വീകരിക്കാറുണ്ട്. അദ്ദേഹം പൊന്നാനിയിൽ ഓഫീസ് തുറന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൽ പറഞ്ഞത്. ഒരൊറ്റ ചോദ്യം, അതിന് മറുപടി. ഒരു 4 ദിവസം മുമ്പാണല്ലോ ബജറ്റ്. ആ ബജറ്റിൽ ഈ ശ്രീധരൻ പറഞ്ഞ കേരളത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ അതിവേഗ റെയിൽ പാതയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വരി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, തത്വത്തിലെങ്കിലും റെയിൽവേയുടെ ഏതെങ്കിലും പദ്ധതിയിൽ, ഏതെങ്കിലും ഫയലിൽ ഇങ്ങനൊരു പദ്ധതിയുണ്ടോ? അങ്ങനൊരു പദ്ധതിയുമില്ല. പക്ഷേ ഈ ശ്രീധരൻ ഓഫീസ് തുറക്കാൻ പോവുകയാണ്. അത് നല്ല കാര്യമെന്നാണ് റെയിൽവേ മന്ത്രി പറയുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? 4 ദിവസം മുമ്പാണ് പൊന്നാനിയിൽ ഈ ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് തുറന്നത്. എന്താ പരിപാടി? ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. അതിനുവേണ്ടി അദ്ദേഹം അടുത്ത മാസം കഴിഞ്ഞാൽ ഇറങ്ങാൻ പോവുകയാണ്. എവിടെ? നാട്ടിലേക്ക്. സർവേ അളക്കാനും കുറ്റിയടിക്കാനും. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ? നിങ്ങളുടെ അതോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ശ്രീധരൻ എന്ത് പറയും? എന്ത് അതോറിറ്റിയിൽ അദ്ദേഹം ഇത് ചെയ്യാൻ പോകുന്നത്? ചെറിയ പരിപാടിയല്ല. 10, 12, 13 കോടി ചെലവുള്ള കേരളത്തിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിൽ അദ്ദേഹം ഒരു സർവേ നടത്തുകയോ അതിന് സമാനമായൊരു കാര്യം ചെയ്യുകയോ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനും പോവുകയാണ്. വിത്തൗട്ട് നോട്ട് ഈവൻ എ സിംഗിൾ ഡോക്യുമെൻറ്റ്. ഒരു വരിയില്ല ഔദ്യോഗികമായി അദ്ദേഹത്തെ ഇതിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട്. ആരും കേരള സർക്കാരുകളോ വേറെ ഏതെങ്കിലും സംവിധാനങ്ങളോ ഇല്ല. അങ്ങനെ ചുമ്മാതെ കയറിയിരുന്ന് അളക്കാനുള്ള പരിപാടി അല്ലല്ലോ റെയിൽവേ. അങ്ങനെ ചുമ്മാ തീരുമാനിക്കാനുള്ളതല്ലല്ലോ ഒരു പദ്ധതി. അതറിയാത്ത ആളല്ല ഈ ശ്രീധരൻ. എന്ന് മാത്രമല്ല, അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ സംശയം ഇതേക്കുറിച്ച് ഉള്ളത് ഞാൻ ദൂരീകരിച്ചു കൊടുക്കും. അതിനും കൂടിയാണ് ഈ ഓഫീസ്. അല്ല, നിങ്ങളാരാ? താങ്കൾക്ക് എന്താ ഇതിനെക്കുറിച്ചുള്ള, താങ്കൾ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രോജക്റ്റ് ആരെങ്കിലും അംഗീകരിച്ച കാര്യമാണോ? കേന്ദ്രം അംഗീകരിച്ച, അല്ലെങ്കിൽ കേരളം അംഗീകരിച്ച, അല്ലെങ്കിൽ കേന്ദ്രവും കേരളവും ചേർന്ന് അംഗീകരിച്ച ഒരു പദ്ധതിയിൽ എന്തെങ്കിലും ജനങ്ങളുടെ സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള അങ്ങയുടെ എക്സ്പെർട്ടൈസ് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് അംഗീകരിച്ചിട്ട് പോലുമില്ല, രേഖകളില്ല, ഒന്നുമില്ല. എന്നിട്ട് സംശയം ദൂരീകരിക്കുമെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ചുരുക്കത്തിൽ ഒരു അസംബന്ധ നാടകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കഷ്ണം കടലാസിൻ്റെ വിലയില്ലാതെ പരിണതപ്രജ്ഞനായ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം ഒരു ഓഫീസ് തുറന്ന് കേരളത്തിലൊരു പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ പിന്തുണയില്ല, ഒരു തരത്തിലുള്ള പിന്തുണയില്ല. അദ്ദേഹം ഓഫീസ് തുറന്നെങ്കിൽ നല്ല കാര്യമെന്ന് പറയുന്ന കേന്ദ്രമന്ത്രി, ഞങ്ങൾക്ക് ഒരു അറിവുമില്ല എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാർ. ഇതിനിടയ്ക്കാണ് ഈ പദ്ധതി കൊണ്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് തൊട്ട് മുമ്പ് ഇതിനൊരു പ്രീസിഡൻസ് ഉണ്ട്. 2020-24 കാലത്ത് ഇതുപോലെയാണ് സ്പീഡ് റെയിൽ പദ്ധതി കേരള സർക്കാർ കൊണ്ടുവരുമ്പോൾ ആ പദ്ധതി കൊണ്ടുവന്നത് കേരള ബുള്ളറ്റ് ട്രെയിനിൻ്റെ പദ്ധതി കൊണ്ടുവന്ന സംവിധാനം
കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒരുമിച്ചുള്ള സംവിധാനമായിരുന്നു. 49% കേന്ദ്ര സർക്കാരിന്, 51% കേരള സർക്കാരിന്. അങ്ങനെയാണ് കെ റെയിൽ ഉണ്ടായത്. കെ റെയിൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോജക്റ്റായിരുന്നു ബുള്ളറ്റ് ട്രെയിൻ. ആ പദ്ധതി വളരെ വലിയ വിവാദങ്ങളും പ്രശ്നമൊക്കെ ആയ ശേഷം കോടതിയിൽ വരുമ്പോൾ 2022 കോടതിയിൽ വരുന്നത്. അന്ന് റെയിൽവേ മന്ത്രാലയം ഹൈക്കോടതി അറിയിച്ച ഒരു കാര്യമുണ്ട്. കല്ലിടാനോ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താനോ ഭൂമി ഏറ്റെടുക്കാനടക്കം ഒന്നിൻ്റെയും അനുമതി ഞങ്ങൾ കൊടുത്തിട്ടില്ല, റെയിൽവേ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ചെയ്തതൊക്കെ എന്തിനായിരുന്നു? ഒരു മഞ്ഞക്കുറ്റി, ഈ വിവാദമായ മഞ്ഞക്കുറ്റി ഇടാൻ 5400 രൂപ വെച്ച് 5100-200 കല്ലുകൾ ഇട്ടിട്ടുണ്ട്. 1.5-2 കോടി രൂപ ഇതിന് ചിലവാക്കിയിട്ടുമുണ്ട്. വിതൗട്ട് നോ അതോറിറ്റി. കേരളത്തിൽ ജനങ്ങളുടെ കണ്ണീരും പ്രതിഷേധവും വേറെ കിടക്കുന്നു. ഒരു പേപ്പറിൻ്റെയും അംഗീകാരമില്ലാതെ കേന്ദ്ര റെയിൽവേക്ക് കൂടി അംഗീകാരമുണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ചെയ്തത്. അവസാനം ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ വളർത്തുകയാണ്. ഇതേ പദ്ധതിയല്ലേ ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു അതോറിറ്റി ഇല്ലാതെ, എന്തെങ്കിലും ഒരു തീരുമാനമില്ലാതെ എന്താണ് ഇതിൻ്റെ പദ്ധതി എന്ന് മാത്രമല്ല, ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പാളിയ ശേഷം കേരള സർക്കാർ ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് RRTS എന്ന് പറയുന്ന മറ്റൊരു റെയിൽവേ പദ്ധതിയാണ്. ആ പദ്ധതിക്കെതിരെ ശ്രീധരൻ പുതിയൊരു യുദ്ധമുഖം തുറന്നിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ലെന്നും ശുദ്ധ മണ്ടത്തരമാണെന്നും ശ്രീധരൻ പറയുന്നുണ്ട്. അവിടെയാണ് പ്ലാൻ. ശ്രീധരൻ എന്ന് പറയുന്ന പരിണതപ്രജ്ഞനായ മലയാളിയായ എഞ്ചിനീയർ തന്നെ കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയെ തുടങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളെങ്ങനെ അനുവാദം കൊടുക്കുക? ഇതായിരിക്കാം കേന്ദ്രത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. എന്നാൽ ശ്രീധരൻ്റെ പദ്ധതി അനുവദിക്കുമോ? അതിനെക്കുറിച്ച് മിണ്ടില്ല. ചുരുക്കത്തിൽ കേരളം പുതുതായി മുന്നോട്ട് വെച്ച RRTS ശ്രീധരൻ്റെ അതിവേഗ റെയിൽപാതയോ ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. രണ്ടിനും അനുമതിയും കൊടുക്കില്ല. ശ്രീധരനെ അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു ഗംഭീര പദ്ധതിയുണ്ട്. കേന്ദ്രം ചിലപ്പോൾ അംഗീകരിച്ചേക്കും. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന BJPക്കാരനായ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയാണ്. ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും അനുമതി കൊടുക്കാം, നോക്കട്ടെ, അദ്ദേഹം പഠിക്കട്ടെ. ചിലപ്പോൾ ഒരു കഷ്ണം കടലാസ് ഒരു ലെജിറ്റമൈസേഷന് വേണ്ടി അടുത്ത മാസം ശ്രീധരന് കിട്ടിയേക്കാം. അപ്പോഴും ഒരു പൈസ പോലും ബഡ്ജറ്റിലില്ല, ഒരു ഡോക്യുമെൻറ്റിലും അനുവാദം കൊടുത്തിട്ടില്ല. ഈ കഴുതയെ പുല്ലുകെട്ട് കാണിച്ച് മുമ്പോട്ട് നീക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള തന്ത്രമാണിത്. RRTSും വരില്ല, അതിവേഗ റെയിൽ കോഡറും വരില്ല, ഒരു കോപ്പും വരില്ല. അത് വളരെ ഭംഗ്യം തരേണ. അത് ചോദിക്കുമ്പോൾ ഇത് ചോദിക്കുമ്പോൾ മറ്റത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അശ്വിനി വൈഷ്ണവ് അതിൻ്റെ ഉസ്താദാണ്. കാരണം അശ്വിനി വൈഷ്ണവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിന് എന്തുകൊണ്ട് റെയിൽ കോറിഡോറുകൾ കൊടുത്തില്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുഴുവൻ കൊടുത്തു. അപ്പോൾ പറഞ്ഞത് ഹേയ് ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ മലയാളികളില്ലേ എന്നാണ്. ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്. വിശ്വസിക്കാനാകുമോ? അപ്പോൾ എന്തും പറയും, ആരെയും കൂട്ടും, ഏത് നുണയും പറയും. അതിനുശേഷം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നാടകം കളിക്കുകയാണ്. ഇന്ന് പാർലമെൻറ്റിൽ അദ്ദേഹം വേറൊരു ഗംഭീര ഡയലോഗ് കൂടി അടിച്ചു. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ്? കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തേക്കാൾ 10 മടങ്ങാണ് ഇത്തവണ ബജറ്റിൽ കേരളത്തിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചത്. അതാരും കാണാത്തതെന്താ? ഉടനെ പാർലമെന്റിൽ എല്ലാവരും ബെഞ്ചിൽ അടിക്കുക. എപ്പോഴും പറയുന്നത് എല്ലാ കാലത്തും അതിന്റെ വിശദാംശങ്ങൾ കൂടി ഞാൻ പറയാം. ഇതെന്താണെന്ന് അറിയാം. അശ്വിനി വൈഷ്ണവേ ഏത് ക്യാബിനറ്റിന് ശേഷം ഏത് പത്രസമ്മേളനം നടത്തുമ്പോഴും പറയും കോൺഗ്രസ് കാലത്ത് കൊടുത്തതിനേക്കാൾ എത്ര കൂടുതലാണ്. നെല്ലിന്റെ താങ്ങുവില കൂട്ടുമ്പോൾ പറയും, തേങ്ങയുടെ താങ്ങുവില കൂട്ടുമ്പോൾ പറയും. ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ കൂടി കേൾക്കണം. വേറൊന്നുമല്ല, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള റെയിൽപാത ഇരട്ടിച്ചു. അത് 3ാമതും 3rd ലൈനും 4th ലൈനും വേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് പഠനം നടത്താനുള്ള പൈസയാണ്. ഇത് കഴിഞ്ഞ വർഷവും ബജറ്റിലുണ്ടായിരുന്നു, അതിൻ്റെ മുൻപത്തെ വർഷവും ഉണ്ടായിരുന്നു ബജറ്റിൽ. 3795 കോടി ഒരൊറ്റ തീവണ്ടി പുതുതായി തന്നിട്ടില്ല സാർ. എന്നിട്ട് ഈ നുണ മുഴുവൻ അടിക്കുക. ശ്രീധരൻ ഓഫീസ് തുറക്കുന്നെങ്കിൽ തുറക്കട്ടെ എന്ന് പറയുക. ശ്രീധരനെ കൊണ്ട് കേരളത്തിൻ്റെ പദ്ധതിയെ തെരുവിളിപ്പിക്കുക. അവസാനം ശ്രീധരൻ്റെ പദ്ധതിയുമില്ല, കേരളത്തിൻ്റെ പദ്ധതിയുമില്ല, കേരളത്തിന് ഒന്നുമില്ല എന്ന അവസ്ഥയിലെത്തിക്കുക. ഒരു കാര്യത്തിൽ എന്തായാലും സമാധാനിക്കാം. ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്ത അതിവേഗ റെയിൽപാതയുണ്ടല്ലോ, ഒരു പൈസ ബഡ്ജറ്റിൽ വെച്ചിട്ടില്ല. അത് പുതിയ വിവരമാണ്. ഒരു പൈസ വെച്ചിട്ടില്ല. അവിടെ നമുക്ക് ആശ്വസിക്കാം. ബാക്കിയുള്ളവർക്ക് കൊടുത്തു, നമുക്ക് തന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് കൊടുക്കുകയും ചെയ്തു, പക്ഷേ പൈസയും വെച്ചിട്ടില്ല. ചുരുക്കത്തിൽ നല്ല ഒന്നാന്തരം തരികിട പരിപാടി കേന്ദ്രത്തിൽ അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ മന്ത്രിമാരും എല്ലാ സംവിധാനവും ചേർന്ന് നമുക്കെതിരെ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും, അത് ഫിനാൻസ് മിനിസ്റ്റർ ആയാലും, ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് എന്ന റെയിൽവേ മന്ത്രി ആയാലും തരികിടയാണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ പിന്നിലുള്ളത്. ഇതൊരു രാഷ്ട്രീയമാണ്. ശ്രീധരൻ എന്ന് പറയുന്ന ഒരാളെ മുന്നിൽ വെച്ച് ചിലപ്പോൾ ഞങ്ങളുടെ പദ്ധതി തന്നേക്കും എന്ന് പറഞ്ഞ് നമ്മളെ ആ വശത്തേക്ക് മോഹിപ്പിക്കുക. പക്ഷേ തരാനും പോകുന്നില്ല, നമുക്ക് കിട്ടാനും പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് യഥാർത്ഥത്തിൽ ഒരു പറ്റിക്കൽ പരിപാടിയാണ് എന്ന കാര്യത്തിൽ ഇനി സംശയം വേണ്ടല്ലോ. 2 കാര്യങ്ങളിലാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമ്മളെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അശ്വിനി വൈഷ്ണവ് ശ്രമിച്ചു എന്നുള്ളതാണ്. അത് ശബരി റെയിൽ പാതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാനത് വിശദീകരിക്കാം. നേരത്തെ പി.ആർ. സുനിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു.
രണ്ടാമത്തത് ഇന്ന് നേരിട്ടുള്ള ചോദ്യമാണ് ഹാരിസ് ബീരാൻ എം പിയും ജോൺ ബിട്ടാസും ചോദിച്ചത്. ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. റെയിൽവേ വകുപ്പ് ഇങ്ങനെയൊരു പഠനം നടത്താൻ വേണ്ടി പൊന്നാനിയിൽ ഓഫീസ് തുറക്കാൻ ഇ ശ്രീധരൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. റെയിൽവേ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. പക്ഷേ യെസ് എന്നും പറഞ്ഞില്ല, നോ എന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇ ശ്രീധരൻ വളരെ മികച്ച വ്യക്തിയാണ്. ഇ ശ്രീധരൻ്റെ ഉപദേശം ഞാൻ സ്വീകരിക്കാറുണ്ട്. 7 അതിവേഗ കോറിഡോറുകൾക്ക് ഞാൻ ഇ ശ്രീധരൻ്റെ ഉപദേശമാണ് സ്വീകരിച്ചത്. പക്ഷേ അപ്പോഴും ആ ചോദ്യം അവിടെ നിൽക്കുന്നു. സർ, ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഉത്തരമില്ല റെയിൽവേ വകുപ്പ് മന്ത്രിക്ക്. ഇനി ഏറ്റവും കൗതുകകരമായ കാര്യം, ഇ ശ്രീധരൻ തുറന്നു വെച്ചിരിക്കുന്ന ഓഫീസ് DMRCയാണ്. DMRC റെയിൽവേ വകുപ്പിൻ്റെ കീഴിലാണോ? അല്ല. DMRCയുടെ 50% കേന്ദ്ര സർക്കാരും 50% ഡൽഹി സർക്കാരുമാണ് വഹിക്കുന്നത്. അതായത് 50% കേന്ദ്ര സർക്കാരിൻ്റെയും 50% ഡൽഹി സർക്കാരിൻ്റെയും ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഈ ഡൽഹി മെട്രോ, ആ DMRC. ആ DMRCയുടെ ഓപ്പറേഷൻ ആരാ നിയന്ത്രിക്കുന്നത്? അത് റെയിൽവേ വകുപ്പല്ല. പകരം കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയമാണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് നിർവഹിക്കുന്നത്. അതിന് റെയിൽവേ വകുപ്പുമായിട്ട് ആ അർത്ഥത്തിൽ ഒരു ബന്ധവുമില്ല. തുറന്നിരിക്കുന്ന ഓഫീസ് ഏതാ? തുറന്നിരിക്കുന്ന ഓഫീസിൽ DMRC. എന്തിനു വേണ്ടിയാണ് DMRC തുറന്നിരിക്കുന്നത്? DMRC തുറന്നിരിക്കുന്നത് അതിവേഗ റെയിലിന് വേണ്ടി. അപ്പോൾ ആരാണ് അനുവാദം കൊടുക്കേണ്ടത്? ആദ്യം DMRC ഇ ശ്രീധരന് ഒരു അനുവാദം കൊടുക്കണം, ഒരു കത്ത് കൊടുക്കണം. അങ്ങനെ ഒരു കത്തുണ്ടോ? DMRC ഇ ശ്രീധരന് കൊടുത്ത ഒരു കടലാസ് ഈ നിമിഷം വരെ നമ്മൾ കണ്ടിട്ടില്ല. നാളെ വരുമായിരിക്കും. ഈ നിമിഷം വരെയും കത്തില്ലേ? ഇനി എന്താണ് ഇ ശ്രീധരൻ പറഞ്ഞത്? റെയിൽവേ വകുപ്പ് മന്ത്രിയുമായി ഞാൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ DMRCയോട് പഠനം നടത്താൻ വേണ്ടി വാക്കാൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് ഹാരിസ് ബീരാനും ജോൺ ബിട്ടാസും ചോദിച്ചത്. എന്താണ്? റെയിൽവേ വകുപ്പ് അങ്ങനെ DMRCയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ കേരളത്തിൽ ഒരു അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രാലയം DMRCയെ ചുമതലപ്പെടുത്തിയതായിട്ടൊരു കത്തില്ല. അങ്ങനൊരു ഉത്തരവില്ല. 2, DMRC ഇ ശ്രീധരനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഉത്തരവും നമ്മുടെ മുന്നിൽ ഈ നിമിഷം വരെയും ഇല്ല. അപ്പോൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഉത്തരവുകളും ഈ കടലാസുകളും ഒന്നും ഇല്ലാതെ, ആധികാരികമായ ഒരു രേഖ പോലും കാണിക്കാതെ നമ്മുടെ നാട്ടിലൊരു മനുഷ്യൻ DMRCയുടെ ഒരു പോസ്റ്ററും വെച്ച് DMRCയുടെ ഒരു ബോർഡും വെച്ചിട്ട് ഒരു ഓഫീസ് തുറന്ന് പറയുകയാണ് DMRCയുടെ പദ്ധതി പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഓഫീസാണിതെന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ അംഗീകരിക്കുക? അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. അദ്ദേഹം റെയിൽവേയിൽ നേരത്തെ DMRCയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സമയത്തൊപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരെ അവിടേക്ക് കൊണ്ടുവന്ന് പഠനം നടത്താൻ വേണ്ടി വരുന്നു. ഇവരെന്ത് പഠനമാണ് നടത്തുന്നത്? ഇവരെങ്ങനെ പഠനം നടത്തും? ഇപ്പോൾ ഇവർക്ക് 13 കോടി രൂപ ഈ DPR തയ്യാറാക്കുന്നതിന് ചിലവ് വരുമെന്ന് പറയുന്നു. ആര് ഈ 13 കോടി രൂപ കൊടുക്കും? DMRCയുടെ കത്തില്ല, റെയിൽവേ വകുപ്പ് DMRCക്ക് കൊടുത്ത കത്തില്ല. അപ്പോൾ ഇതെന്താണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ? സ്ഥലത്ത് എങ്ങനെയാണ്, ഏത് കത്തിൻ്റെ ഏത് അതോറിറ്റിയുടെ ബലത്തിലാണ് നിങ്ങൾ നാളെ ആളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്? ആ ഓഫീസിൻ്റെ വാടക ആരും കൊടുക്കും? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ നിമിഷം വരെയും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊരു നേരത്തെ പിയാസുൽ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ പിന്തുണയില്ല, പക്ഷേ BJPയുടെ പിന്തുണയുണ്ട്. BJPയുടെ നേതാക്കന്മാരെല്ലാം ഈ ശ്രീധരൻ കൊണ്ടുവരുന്ന പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട, പക്ഷേ വസ്തുതകൾ അറിയാതെ ഇവർ കഥയറിയാതെ ആട്ടം കാണുക എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ശ്രീധരൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് റെയിൽവേ മന്ത്രാലയം DMRCക്ക് കത്ത് കൊടുത്തിട്ടില്ല, DMRC ഈ ശ്രീധരനും കത്ത് കൊടുത്തിട്ടില്ല. പിന്നെ എന്ത് ആധികാരികതയിലാണ് ഓഫീസ് തുറന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് നേരിട്ടുള്ള ഉത്തരം നൽകിയതേയില്ല. ഈ ശ്രീധരനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നതിനും അപ്പുറത്തേക്ക് ഐശ്വര്യ വൈഷ്ണവ് ഒരു മറുപടി നൽകിയില്ല. എന്നിട്ടതിൻ്റെ കൂടെ ഒരു താങ്ങും കൂടെ താങ്ങി. ആ താങ്ങാണ് നേരത്തെ പിയാസുൽ പറഞ്ഞത്. ശബരി റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം 14% ഭൂമി മാത്രമേ ഏറ്റെടുത്ത് നൽകിയുള്ളൂ. കേരളം മെല്ലെപ്പോക്കാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയണം, നേരത്തെ പിയാസുൽ പറഞ്ഞതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം, ഈ പദ്ധതി തുടങ്ങുന്നത് ഏത് സർക്കാരിൻ്റെ കാലത്താണ്? LDF സർക്കാരിൻ്റെ കാലത്ത് 1997. ഇത് പറയാനുള്ള കാരണം, ഈ ശബരിപാതയിൽ സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചു എന്ന കള്ളം പാടി നടക്കുന്നത് BJP മാത്രമല്ല, കേരളത്തിൽ പ്രതിപക്ഷവും ഇതേ ആരോപണം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ വാസ്തവം അങ്ങനെയാണോ? അങ്ങനെയല്ല. 1997 ഈ പദ്ധതി ഇടത് സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങുന്നു. അന്ന് ആ പദ്ധതിയുമായിട്ട് അധികം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. 2001 അധികാരത്തിൽ വരുന്ന UDF സർക്കാർ, അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അങ്കമാലി രാമപുരം പാതയുടെ കാര്യത്തിലൊരു സർവേ നടത്തുന്നു. ആ സർവേ നടത്തി അവിടെ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ സമയത്ത് ഏകദേശം 416 ഹെക്ടർ ഭൂമി ഇടുക്കിയിൽ, കോട്ടയത്ത്, ഒപ്പം എറണാകുളത്ത് 3 ഇടങ്ങളിലായിട്ട് ഏറ്റെടുക്കണം. അന്ന് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല.
അന്നത്തെ AK ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരിന്. അതിനുശേഷം LDF സർക്കാർ അധികാരത്തിൽ വരുന്നു. 2 സ്പെഷ്യൽ തഹസീൽദാർമാരെ വയ്ക്കുന്നു. 2 സ്പെഷ്യൽ തഹസീൽദാർമാർ ചേർത്ത് ഞാൻ മനസ്സിലാക്കുന്നത് 25 or 26 ഹെക്ടർ സ്ഥലം ഏറ്റെടുത്ത് റെയിൽവേക്ക് നൽകുന്നു. റെയിൽവേ പിന്നെ അനക്കമില്ല. നമ്മൾ കാലടിയിൽ ഒരു പ്ലാറ്റ്ഫോമും ഒരു റെയിൽവേ സ്റ്റേഷനും സ്ഥാപിക്കുന്നു. ഇത് LDF സർക്കാരിൻ്റെ കാലത്ത് 2006. അതിനുശേഷം വീണ്ടും സർക്കാർ മാറുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം വരുമ്പോൾ 2011 മുതൽ 2015 വരെ അനക്കമില്ല ശബരിപാതയുടെ കാര്യത്തിൽ. 2015 ആകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിൻ്റെ പുതുക്കിയ മാനദണ്ഡം വരുന്നു. എന്താ? കേന്ദ്രവും കേരളവും 50% വീതം തുല്യമായിട്ട് പങ്കിടണം. അന്ന് നിശ്ചയിച്ചിരുന്നത് ഭൂമി ഏറ്റെടുക്കാൻ മാത്രം 719 കോടി, മൊത്തം ചിലവ് 1566 കോടി, പാതി കൊടുക്കണം കേരളം. അന്ന് LDF എതിർത്തു. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് വെച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാർ ആ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. പിന്നീട് വന്ന LDF സർക്കാർ നടത്തേണ്ട ബാധ്യതയായി. അതിനുശേഷം LDF സർക്കാർ വരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? 2019 ഈ പദ്ധതി മരവിപ്പിച്ചു കേന്ദ്ര സർക്കാർ. ആ മരവിപ്പിച്ച പദ്ധതി പിന്നീട് 2026 ഈ ജനുവരി മാസം 27-ാം തീയതിയാണ് നേരത്തെ പിയാസുനിൽ പറഞ്ഞതുപോലെ ആ മരവിപ്പിക്കുന്നത്, മാറ്റുന്നത്. അതിനുശേഷമാണ് പദ്ധതിക്ക് ജീവൻ വയ്ക്കുന്നത്. ഉടൻ തന്നെ എന്താ ചെയ്തത്? സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ വകയിരുത്തി ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് 1900 കോടി രൂപ അനുവദിച്ചു. ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം, അതായത് 27-ാം തീയതി ശബരിപാതയുടെ ഫ്രീസിങ് മരവിപ്പിച്ചത് പിന്മാറ്റുന്നു, അഥവാ മരവിപ്പിച്ചത് പിൻവലിക്കുന്നു. തൊട്ടു പിന്നാലെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി 1900 കോടി രൂപ അനുവദിച്ച് ഉത്തരവാകുന്നു. എവിടെയാണ് സംസ്ഥാന സർക്കാർ വൈകിയത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇത്തരം കള്ളപ്രചരണങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. കേരളയിൽ വരാൻ സമ്മതിക്കില്ല. അതിവേഗ റെയിൽ വന്നാൽ സമ്മതിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ എന്താണ് അതിവേഗ റെയിൽ? എന്താണ് അതിൻ്റെ ഐഡിയ? എന്താണ് അതിൻ്റെ പദ്ധതി? 3.25 മണിക്കൂർ കൊണ്ട് കണ്ണൂർ വരെ എത്താൻ പറ്റുമെന്ന് പറയുന്നു. 22 സ്റ്റേഷൻ ഉണ്ടാവുമെന്ന് പറയുന്നു. ആരാണ് ഇതിൻ്റെ തുക വഹിക്കേണ്ടത്? ആരാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്? DMRC ആണോ? റെയിൽവേ ആണോ? എവിടെയാണ് ഉത്തരവ്? ഒരു ഉത്തരവും നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഉത്തരവും ആ ഇരുട്ടിൽ തന്നെയായിരുന്നു മറുപടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റിക്കപ്പെടാൻ ഒരു ജീവിതം കൂടി നമുക്ക് അതിറയിലിൻ്റെ കാര്യത്തിൽ ബാക്കി. ഒരു ഇടവേളയ്ക്കൊപ്പം കേന്ദ്രമുണ്ടോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുന്നേ ഈ ശ്രീധരൻ സാറിൻ്റെ വയസ്സ് എത്രയാണെന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഞാനൊരു 75 വയസ്സൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നോക്കുന്നത്. 93 വയസ്സായി. ഈ ജൂൺ ആകുമ്പോൾ 94 വയസ്സായ ഒരു മനുഷ്യനാണ് ഈ ശ്രീധരൻ. അദ്ദേഹം ഈ 94 വയസ്സ് വരെ ഉണ്ടാക്കിയ പേര് മുഴുവൻ കൊണ്ട് ഈ അവസാന നിമിഷം കളയാനുള്ള അതെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാനുള്ള പണിയാണോ എന്നുള്ളതാണ്. എത്ര വൃത്തിയായി അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തു. ഏത് ലെവലിലെത്തിയ മനുഷ്യനാണ്. ഈ രാഷ്ട്രീയം നേട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അതിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടറിയോ? ഈ കേരളത്തിൽ ഇപ്പോൾ RRTS വന്നാലും വേഗറയിൽ വന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ വന്നാലും അത് കേരള സർക്കാരിൻ്റെ സംയുക്ത പ്രൊജക്റ്റായിട്ടേ നടപ്പിലാവും. അത് ഒരാൾക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം സാമാന്യം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. കാരണം ഒരു ഈ ശ്രീധരൻ എന്നല്ല, ആര് വിചാരിച്ചാലും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇതിൻ്റെ ഫണ്ട് മുടക്കേണ്ടത് കേന്ദ്രവും കേരളവും കൂടെ കൂടിയിട്ടായിരിക്കും. ഒന്നിൽ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കേണ്ട പണം മുടക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കേരളം കേന്ദ്രത്തിൻ്റെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതിലൊരു രൂപരേഖയായി വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് എന്താ? കേരളം കേന്ദ്രത്തിന് കത്ത് കൊടുക്കുക, അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ സ്പീഡ് റെയിലിന് കേരളം കേന്ദ്രത്തിന് കത്ത് കൊടുത്തു, അത് കേന്ദ്രം റിജക്റ്റ് ചെയ്തു. ഇപ്പോൾ അവർ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇല്ല അവരുടെ കയ്യിൽ. അതില്ലാതെ വേറൊരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ കേരള സർക്കാരോട് ചോദിക്കണം, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കണം. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അങ്ങനെ നടക്കാതെ DMRCനെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഏർപ്പാടാക്കാൻ പറ്റില്ല. പക്ഷേ കേരളം RRTS പ്രഖ്യാപിച്ചു. RRTS പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം, അത് കേന്ദ്ര നഗരവികസന മന്ത്രാലയം അനുമതി കൊടുത്തിട്ടാണ് RRTS പ്രഖ്യാപിക്കുന്നത്. കാരണം എന്താ? അത് ഹ്രസ്വ റെയിൽവേ ആളായിട്ടാണ് ഫസ്റ്റത്തെ ഘട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം വരെ തൃശ്ശൂർ വരെയാണ് 284 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ടു കോഴിക്കോട്, കോഴിക്കോട് ടു കണ്ണൂർ, കണ്ണൂർ ടു കാസർഗോഡ്, ഇങ്ങനെ 3 ഘടകങ്ങളാണ്. അത് മാത്രം അതിൽ കേരള ഖജനാവിൽ നിന്ന് 100 കോടി രൂപ മാറ്റി വെക്കുകയും ചെയ്തു അതിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട്. അത് ആരുടെ പ്രൊജക്റ്റാണ്? അത് കേരളത്തിൻ്റെ പ്രൊജക്റ്റാണ്. കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന് അനുമതിയുണ്ട്. ആ അനുമതിയോട് കൂടിയിട്ട് ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് വരികയും ഒരു അനുമതിയില്ല ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്ഥലം എടുത്ത് തരികയാണെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള നിലയിലേക്കാണ് കേന്ദ്രമന്ത്രി ഉള്ളതെന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ആർക്കെങ്കിലും ശ്രീധർ സാറെ കുറിച്ചിട്ട് മോശം അഭിപ്രായമുണ്ടോ? അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള, അദ്ദേഹത്തോട് അതേ കൂടെ അഭിപ്രായം ചോദിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്താ അറിയേണ്ടത്? നിങ്ങളിങ്ങനെ ഒരു ഹൈവേ
അതിവേഗ റെയിൽവേ പാതയ്ക്ക് കേന്ദ്ര പിന്നെ ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അതിന് അദ്ദേഹത്തിന് മറുപടിയില്ല. പക്ഷേ വേറൊരു കഥ ഞാൻ പറഞ്ഞെന്താണ്, ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 7 ഹൈസ്പീഡ് റെയിൽവേക്കും ആരെ പിന്നെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്? ഈ ശ്രീധരൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞങ്ങൾ റെയിൽവേ മന്ത്രി അത് പ്രഖ്യാപിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കേരളം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സ്വന്തം ഇനീഷ്യേറ്റീവായി സ്വന്തം ഭാര്യനെയും കൊണ്ട് ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്ന സാധനത്തെക്കുറിച്ച് മാത്രം അനുമതി ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതെങ്ങനെ നടത്തണമെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ ബാക്കി നോർത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലുള്ള 7 ഹൈസ്പീഡ് റെയിൽവേക്ക് അനുമതി ചോദിച്ചു എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റ പ്രൊജക്റ്റേ ഉള്ളൂ, അത് RRTS ആണ്. അത് RRTS കേരളത്തിൻ്റെ പ്രൊജക്റ്റാണ്. അതിന് 100 കോടി വകയിരുത്തിയിട്ടുണ്ട്. അതിന് കേന്ദ്രത്തിൻ്റെ അനുമതിയുണ്ട്. കേന്ദ്ര നഗരവികസന മന്ത്രാലയമാണ് അനുമതി തരുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറും മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടാമത്തെ പ്രൊജക്റ്റാണ് അങ്കമാലി ശബരി റെയിൽവേ പാത. അതിന് 1900 കോടി രൂപ കിഫ്ബി വകയിരുത്തിയിട്ടുണ്ട്. കിഫ്ബി വകയിരുത്തി എല്ലാ പ്രൊജക്റ്റും റണ്ണിങ് ആണ്. അപ്പോൾ ഈ 1900 കൂടി അതും യാഥാർത്ഥ്യമാകാൻ പോണ്. അപ്പോൾ 2 റെയിൽവേ പാതയാണ് കേരളത്തിന് ആവശ്യം. ഒന്ന് ഈ ഹൈസ്പീഡ് അല്ലെങ്കിൽ സെമി സ്പീഡ്, അല്ലെങ്കിൽ രണ്ടാമത്തത് ഈ ശബരി റെയിൽവേ. ഇതേ ആവശ്യമുള്ളൂ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നെ 2 ഒന്ന് തിരുവനന്തപുരം മെട്രോയും ഒന്ന് കോഴിക്കോട് മെട്രോയും. അതിൻ്റെ അകത്ത് ഈ RRTSൻ്റെ ഭാഗമാണ് കോഴിക്കോട് മെട്രോ. കോഴിക്കോട് മെട്രോയും കൂടെ ഈ രണ്ടാം ഘട്ടം കോഴിക്കോട് എത്തുമ്പോഴത്തേക്കും കോഴിക്കോട് മെട്രോ വരികയും അതിനോട് ഘടിപ്പിച്ചാണ് പോകുന്നത്. അപ്പോൾ 3 മെട്രോകളാണ്, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. ഈ 3 മെട്രോ റെയിലുകളെ കണക്ട് ചെയ്ത് RRTS വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ശ്രീധര സാർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അവിടെ ഇരിക്കാനൊരു ഓഫീസ് തുറന്നുള്ളതിനൊക്കെ അപ്പുറം ഒന്നും കാണേണ്ട. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഈ മാസം മെയ് മാസം ഒരു 5-ാം തീയതി 6-ാം തീയതി തീരും. കാരണം അന്നേരത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമല്ലോ, അതോടുകൂടി അവസാനിക്കും. കേന്ദ്രം എന്തെങ്കിലും പ്രൊജക്റ്റ് തന്നോ? ഇത് ക്ലാരിറ്റിയോട് അറിയാവുന്ന ആളാരായിരിക്കും എന്നറിയോ? ശ്രീധര സാർ തന്നെയായിരിക്കും. ഈ ബഡ്ജറ്റിൽ ഒന്നും കേരളത്തിൽ കിട്ടാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി നേരത്തെ കയറി പ്രഖ്യാപിച്ചതാണ്. അന്നേരം എന്താ, ഇതെങ്കിലും വെച്ച് കേരളത്തിൽ പിടിച്ചേക്കാലോ എന്നാണ് വിചാരിച്ചത്. കാരണം പുള്ളി കേരളത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് പുള്ളിയാണ്. ഒരു ഓഫീസ് തുറന്ന ആൾ പുള്ളിയാണ്. വളരെ ഭയങ്കര ദീർഘവീക്ഷണമുള്ള ആളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെയും കണ്ടാൽ മതി. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി അടുത്ത ഇലക്ഷൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി കണ്ട് ഇപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അതിനൊക്കെ അപ്പുറം ഒന്നും ഇതിനെ കാണണ്ട. ഈ പറയുന്ന 2 പ്രൊജക്റ്റ് നടക്കും. അത് കേരള സർക്കാരിൻ്റെ പ്രൊജക്റ്റ് ആയിരിക്കും. ഒന്ന് RRTSഉം ഒന്ന് ശബരി റെയിൽവേ. ചോദ്യം ഇതായിരുന്നു, ശ്രീധരനൊപ്പം കേന്ദ്രമുണ്ടോ എന്നുള്ളതാണ്. യെസ് എന്നൊരാൾ, നോ എന്ന് 3. Meet the editors.